Hi everyone, how are you beautiful people? This is me Sumaya and welcome back to another video of my books world. ഓക്കെ സോ ഞാൻ ഈ വീഡിയോസ് എല്ലാം ഒറ്റ ദിവസത്തിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെയിം കോസ്റ്റ്യൂം. കാരണം ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ വന്നില്ലെങ്കിൽ പിന്നെ വീണ്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മുടങ്ങിപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ വീഡിയോസും കൂടെ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാം, എന്നിട്ട് പിന്നെ അത് പാർട്ട് ബൈ പാർട്ട് ആയിട്ട് യൂട്യൂബിൽ ഇടാൻ വെച്ചു. സോ ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്, എൻ്റെ ബുക്സ് വേൾഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ടൈറ്റിലൊന്നും ഇട്ടില്ല, ടൈറ്റിലൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് മൈ ഹോബീസ് റീഡിംഗ് ബുക്ക് വേൾഡ്. ഓക്കെ, സോ ഇനി അടുത്ത ഇതിൽ 5 ബുക്സ്. ആക്ച്വലി ഇതൊരു 3 വീഡിയോ ഒന്നുമില്ല, 3 വീഡിയോയിൽ കൂടുതലുണ്ട്. ഐ തിങ്ക് സോ 4-5 വീഡിയോസിൽ കൂടുതൽ വരും ഇത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ബുക്ക് ഈസ് കാളി. ഇത് അശ്വതി ശ്രീകാന്തിൻ്റെയാണ് കാളി. ഇത് മെയിൻലി എന്താ പറയുക, സ്ത്രീകൾ റിഗാർഡിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസൊക്കെയാണ് ഇതിന് ഉള്ളത്. മസ്റ്റ് റീഡാണ്, എസ്പെഷ്യലി ഫീമെയിൽസ് എന്നല്ല, ആണുങ്ങൾക്കായാലും ഈ ബുക്ക് വായിക്കാം. ഓക്കെ, ഇനി ആൺ പെൺ ഭേദം ഗതി അങ്ങനെയൊന്നുമില്ല, പാർഷ്യാലിറ്റി ഒന്നുമില്ല ഈ കാര്യത്തിൽ. യു ക്യാൻ റീഡ് ദിസ്. ഓക്കെ, ജെൻസ് ആണുങ്ങളോട് പറയാൻ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് വായിച്ചിരിക്കണം. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ്, ഈ ബുക്സിൻ്റെയൊക്കെ ലിങ്ക്സ് ആസ് യൂഷ്വൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. സോ യു ഗൈസ് ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഫ്രം ദെയർ. ഓക്കെ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ബുക്കിൻ്റെ. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ്, ചില ബുക്സ് ഞാൻ കുറേ ഐ തിങ്ക്സ് ഒരു 3-4 ഇയേഴ്സ് മുന്നേ പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെ ഒറിജിനലി ഇവിടെ വാങ്ങിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അതിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തിരിക്കും. ഇത് ആൻ ഫ്രാങ്കിൻ്റെ ദി ഡയറി ഓഫ് എ യങ് ഗേൾ. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളാണത്. ആൻ ഫ്രാങ്കിനെ അറിയാത്തവരായിട്ട് ഈ ലോകത്തും ആരും കാണൂല എന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളികളെന്നല്ല, ലോകത്തെല്ലാവരും അറിയേണ്ടതാണ് ആൻ ഫ്രാങ്കിനെ പറ്റി. ഓക്കെ, ഇത് ഞാൻ വായിച്ച് ആക്ച്വലി തീർത്തിട്ടില്ല. ഇറ്റ്സ് ബീൻ മോർ ദാൻ ഐ തിങ്ക് സോ എത്രയായി, ഒരു 4-5 ഇയേഴ്സ് കൂടുതലായിട്ട് ഈ ബുക്ക് എൻ്റെ കയ്യിലിരിക്കുകയാണ്, പക്ഷേ വായിച്ച് ഞാൻ തീർത്തിട്ടില്ല. ആൻഡ് ദി തേർഡ് ബുക്ക് ഈസ് വാമ്പയർ അക്കാഡമിയിൽ വാമ്പയർ അക്കാഡമി എന്ന് പറഞ്ഞ ഇതൊരു ഫുൾ ഒരു സീരീസാണ്. അതിലുള്ള ഒരു ബുക്കാണിത്. 6 ബുക്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിലൊന്നാണ് വാമ്പയർ അക്കാഡമി. പിന്നെ 5 ബുക്സും കൂടെ ഉണ്ട്. സി കൻ സി 6 ബുക്സ് ടോട്ടൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബുക്ക് ഈസ് ഫ്രോസ്റ്റ് ബൈറ്റ്, പിന്നെ ഷാഡോ കിസ്, ബ്ലഡ് പ്രോമിസ്, സ്പിരിറ്റ് ബൗണ്ട് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലാസ്റ്റ് സാക്രിഫൈസ്. അപ്പോൾ ഇത് 6 ബുക്സാണ്. 6 ബുക്സിൻ്റെയും ലിങ്ക്സ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഓക്കെ, ഇത് ഞാൻ തുടങ്ങി, പക്ഷേ വായിച്ച് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ബുക്സും വായിച്ച് തീർക്കാൻ പറ്റാറില്ല. കുറച്ച് വായിക്കും, പിന്നെ അത് പിന്നെ വായിക്കാമെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കും. പക്ഷേ ദി പ്രോബ്ലം ഈസ് ദാറ്റ് പിന്നെ വായിക്കുന്ന കാര്യം മറന്നു. പല ജീവിതത്തിലുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഐ ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. ആൻഡ് പിന്നെ വീണ്ടും ഇത് ഒന്നുകൂടെ ഫ്രം ദി ബിഗിനിങ് ഐ ഹാവ് ടു റീഡ്. സോ നോക്കാം. പിന്നെ ബുക്സുകൾ അപ്പോൾ പറയും പഴയ ബുക്സുകൾ വായിക്കാനിരിക്കുകയില്ല, പിന്നെ എന്തിനാണ് പുതിയത് വാങ്ങിക്കുന്നതെന്ന് നോക്കും. ബുക്സ് കൊതിച്ചികൾക്കും കൊതിയന്മാർക്കും അറിയാം, നമ്മളെ കൊണ്ട് നമ്മളെ കൈ അങ്ങനെ അടക്കി പിടിക്കാൻ പറ്റൂല. പഴയ ബുക്സുകൾ വായിച്ച് തീർക്കാൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ പുതിയ ബുക്കുകൾ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കും. അതാണ് ബുക്ക് വായിക്കുന്നവരുടെ റീഡേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതാണ്, കൈ നമുക്ക് ഇങ്ങനെ തരിക്കും. നമുക്ക് ഈ കുഞ്ഞ് ന്യൂ ബോൺ ബേബീസിൻ്റെയൊക്കെ അവരുടെ മുഖത്തെയും ദേഹത്തെയൊക്കെ മണം അടിക്കുമ്പോൾ നമുക്ക് അവരെ കടിച്ച് തിന്നാൻ തോന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ബുക്സിൻ്റെ കാര്യത്തിൽ. പഴയ ബുക്സ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഡസൻ മാറ്റർ. പുതിയ ബുക്സ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചേ പറ്റും. നമ്മൾ പുതിയത് ഓരോ ബുക്സുകൾ ഓൺലൈൻ വഴിയും അല്ലാതെ നേരത്തെ ബുക്ക് സ്റ്റോറിലൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കും. ഇറ്റ് ഡസൻ മാറ്റർ. പിന്നെ അടുത്തത് നിക്കോളാസ് സ്പാർക്സിൻ്റെ സീമി എന്ന് പറഞ്ഞാൽ നിക്കോളാസ് സ്പാർക്സിൻ്റെ ഒരുപാട് ബുക്സുകളുണ്ട്. ഇറ്റ്സ് എ കിസിങ് സീൻ, ഡസൻ മാറ്റർ. ഓക്കെ, കിസിങ് സീൻ ഇപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലൈഫിൽ എല്ലാവരും എന്താ പറയുക, ഒരിക്കലെങ്കിലും കിസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അത് വിട്ടേക്കും. സോ നിക്കോളാസ് സ്പാർക്സിൻ്റെ കിസിങ് സീമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണിത്. ഇത് ആക്ച്വലി ഞാൻ വായിച്ച് തീർത്തിട്ടില്ല. ഇതും നിക്കോളാസ് സ്പാർക്സിൻ്റെ ഒരുപാട് ബുക്സുകളുണ്ട്. ദർ ആർ ലോട്ട്സ് ഓഫ് ബുക്സ്. എല്ലാ ബുക്സിൻ്റെയും പേരൊന്നും പറഞ്ഞത്, എന്നാലും ഒരു 4 ബുക്സൊക്കെ എന്ന് പറയാനും, 4 മോർ ദാൻ ഒരുപാട് ബുക്സുണ്ട്. ദി നോട്ട് ബുക്ക്, ദി ചോയ്സ്, ലോങ്സ്റ്റ് റൈഡ്, ഡിയർ ജോൺ, സേഫ് ഹെവൻ, ലാസ്റ്റ് സോങ്, അങ്ങനെയൊക്കെ കുറച്ച് ബുക്സുകളൊക്കെ ഉണ്ട്. സോ ഇത്രയും ഉണ്ട് വായിച്ചു തീർക്കാം. ആൻഡ് ദി അതർ വൺ ഈസ് നിക്കോളാസ് സ്പാർക്സിൻ്റെ സെയിം ബുക്ക് തന്നെയാണ് ദി വെഡിങ്. ഇതും ഒരു കിസിങ് സീൻ ഉണ്ട്. അത് നോക്കണ്ട, നമ്മളാരും ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. സോ ഇതാണ് ബുക്സും. ഈ ബുക്ക് മറ്റേ ബുക്ക് ഞാൻ വായിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു, പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല ഉറപ്പിച്ചു. സോ ഇതാണ് 5 ബുക്സുകൾ. കയ്യിൽ ഒതുങ്ങുന്നില്ല. സോ 5 ബുക്സുകൾ, 5 കാണുന്നില്ലല്ലോ. ഓക്കെ, ഇതാണ് 5 ബുക്സുകൾ. സോ ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. ഓൾറൈറ്റ്.